എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു വീഡിയോയിലോട്ടല്ലേ. അപ്പം അന്ന് ഞാൻ ചൂടമീൻ മേടിച്ചില്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു, ഇന്ന് 10 ദിവസമായി. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചൂടയും മാങ്ങയും കൂടെ ഒന്ന് വെക്കുന്നത് കാണിക്കാം, അയിലയും വറക്കാം. ഇന്ന് നമ്മൾ മേടിച്ചതാണ് ഇതെല്ലാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പാത്രത്തിനകത്ത് വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ല ഫ്രഷായിട്ടിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പം നല്ലതായിട്ടിരിക്കും. അപ്പം നമുക്ക് ഇനി ഈ ചൂടയൊന്ന് കൂട്ടാൻ വെക്കുന്നത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. അപ്പം നമ്മുടെ ചൂടമീനിന് അടുപ്പിലോട്ട് ഞാൻ വെച്ചു. അതിനകത്ത് ഇച്ചിരി വിളഞ്ഞ മാങ്ങായ അതാണ് ഞാൻ ഇട്ടത്. ആ മാങ്ങയും അതിനകത്തോട്ടിട്ടു. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും മല്ലിപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് നമ്മളിത് അരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കലക്കി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്യാസ് ഒന്ന് കത്തിക്കും. നമ്മുടെ ഞാൻ കൈ തന്നെ ആയിട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർ കൈയൊക്കെ ഒന്ന് വിട്ട് കലക്കത്തില്ല, ഇങ്ങനെ കൊള്ളത്തില്ലെന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ വീട്ടിലെങ്ങനെയാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കൈ കൊണ്ടൊന്ന് ഇട്ട് കുഴച്ചു. അതിന് ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത്. നമ്മൾ അധികം വെള്ളം വേണ്ട, പറ്റിക്കാനില്ലേ. അപ്പം നമുക്ക് ഇത് ഇവിടെ ഇരുന്നൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നമുക്കൊരു അടപ്പെടുത്തൊന്ന് അടയ്ക്കും. അപ്പം നമ്മുടെ മീൻ ഇവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് വറക്കാനുള്ളതിനൊന്നും മുളക് വരട്ടെ. അപ്പം നമ്മുടെ അയില ഇവിടെ വെട്ടിക്കഴുകി ഈ അയില അന്ന് മേടിച്ചത് തന്നെ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ഇടാം. കുഞ്ഞിന് കൊടുക്കണുണ്ടാവുകൊണ്ട് ഞാൻ അധികം നല്ലൊരു ശകലം ഇടാതെ കൊള്ളത്തില്ലല്ലോ. കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇടും. ഇച്ചിരി ഇടുന്നുള്ളൂ. ഞാൻ കുറച്ച് മുളക് പൊടി, ഇങ്ങനെ ഒരു കൈക്ക് ഇത്രയും ഗരം മസാലയുടെ പൊടി. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തുള്ളി ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിത് കുഴച്ച് വെക്കുന്നത്. ഇതൊന്ന് നമ്മൾ പുരട്ടി വെക്കും, കുഴച്ചല്ല പുരട്ടി. അപ്പം നമ്മൾ കുരുമുളക് പൊടി ഏറെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ കുഞ്ഞിന് ഇഷ്ടമായതുകൊണ്ട് അയില വറക്കാമെന്ന് വിചാരിച്ചത്. അവൾ വേറെ ഒന്നും കൂട്ടത്തില്ല. ഈ അയില വറുത്ത് കൊടുത്താൽ ചിലപ്പോൾ ഇച്ചിരി കഴിക്കും. അപ്പം നമ്മുടെ ഈ മുളക് പൊടിയും ഇതെല്ലാം നമ്മൾ പുരട്ടി വെച്ചേക്കില്ലേ. നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇതൊന്ന് ഇത് മസാലയൊന്ന് പിടിക്കണം. അപ്പം നമുക്ക് അത് കഴിഞ്ഞ് ഇതും കൂടെ ഒന്ന് വറക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കാം. മീനെല്ലാം നല്ല ഇതായി. അപ്പം നമുക്ക് ഒന്ന് ചുറ്റി ഒന്ന് വെക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ചൂടമീനൊന്ന് തുറന്ന് നോക്കിയാണ്. ഇച്ചിരി കരിയാപ്പില ഉണ്ടായിരുന്നു, ഞാൻ അതുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പം ഞാൻ ഒരു സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. നമ്മൾ നല്ല അടിപൊളി ചൂടമീനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയ ഒരു 10, 25, 1 മാസം ഇരുന്നാലും നമ്മൾ ഫ്രഷ് മീൻ മേടിക്കുന്ന പോലെ. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണേ. അപ്പം നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ശകലം പച്ചവെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുക, ഒരു രുചിക്ക്. നമ്മുടെ തേങ്ങ അരച്ച് വെക്കുന്ന ഒരു തുള്ളി, ഒരു ശകലം വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ശകലം ഉലുവപ്പൊടിയും കൂടി.
ഞാൻ ഒരുപാട് പൊടി ഇവിടെ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഒരു ശകലം ഉലുവാപ്പൊടിയും കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ചൂട വെക്കുന്ന. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കും. അപ്പം നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ ഇപ്പോഴത്തെ അടുത്തേക്കൊന്ന് വാങ്ങി വെക്കാം. ഞാനൊരു ശകലം ചാറിട്ടായിരുന്നേക്കുന്നത് ചോറിന് കൂട്ടണം. അപ്പം നമുക്ക് അത് കഴിഞ്ഞൊരു പാനെടുത്ത് നമ്മൾ അടുപ്പയിലോട്ട് വെച്ച് നമ്മളതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്കിതൊന്ന് വറക്കണ്ട. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത്. ഇവിടെ ഭയങ്കര വിലയാണ്. നാട്ടിൽ നിന്ന് ഞാൻ 2-3 കൂട് വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇപ്പോൾ എല്ലാം വെക്കുന്നത്. നമ്മുടെ എണ്ണയൊന്ന് ചൂടാക്കട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടാക്കിയതിന് ഞാൻ കരിയാപ്പില കഴുകിയതോ ഒരു കരിയാപ്പില പൊട്ടിച്ചെടുത്തു. അപ്പോൾ അതങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ മീനെ ഞാൻ ചെറുതായിട്ടായി മീൻ എടുത്തേക്കുന്നത്. അപ്പം നോക്കാൻ മീനൊന്ന് നമ്മുടെ മീനൊന്ന് നടക്കട്ടെ. നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കൂടെ അടിച്ചാലും കരിയാപ്പില ഇടുക. എന്താണെന്ന് വെച്ചാൽ കരിയാപ്പില ഇട്ട് വെച്ചാൽ ഭയങ്കര സ്മെല്ലും ഒന്നുമില്ല, നല്ലതും. അതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് അപ്പം നമ്മുടെ അയില കിടന്ന് ഇങ്ങനെ ചൂടും. അപ്പം നമ്മുടെ അയില അങ്ങനെ കിടന്ന് മൂക്കുന്നു. ഒന്ന് തിരിച്ചിടാറായിട്ടില്ല, ഒരു സൈഡിൽ നിരമ്പായിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ അയിലയൊന്ന് തിരിച്ചിട്ട് നോക്കാം. മുളക് പൊടി ഞാൻ കുറവിട്ടിട്ട് കുരുമുളക് പൊടി ഏറെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞിന് കൊടുക്കാനായതുകൊണ്ടാണ് ചുമല മുളക് പൊടി കുറച്ചിട്ട്. അപ്പം നമ്മുടെ അയില അങ്ങനെ കിടന്ന് വീഴും. ഇപ്പം ഇവിടെയുള്ള ആൾക്കാരാണ് ഇനി അയില വറുത്ത് നമ്മൾ സവാള ഉള്ളിയില്ലേ വട്ടത്തിലരിഞ്ഞ് പിന്നെ ഈ അയിലയും കൂട്ടാൻ നല്ല രസം, നല്ല വട്ടത്തി അരിഞ്ഞിട്ടിട്ട് നമ്മൾ സലാഡ് പോലെ ഉണ്ടാക്കിയിട്ട് ശകലം വിനീഗറും കൂടെ ഇട്ട് കഴിയുമ്പോൾ അത് ഉള്ളി തന്നെയല്ലേ അത് ഇനി പെരണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഈ മീനൊന്ന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്ന് കുഞ്ഞിന് കൊടുക്കേണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിനി അതൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പം നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് അങ്ങ് ചേർത്തു. അപ്പം പിന്നെ ഇന്ന് അയില ചൂട കൂട്ടാനും മീൻ വറുത്തതുമാണ് ഉച്ചക്കലത്തെ കൂട്ടാൻ. അപ്പോൾ എല്ലാവരും ഉണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നിർത്തുന്നു കേട്ടോ. ഓക്കെ, ബൈ. ഇപ്പം അയില കൂട്ടാനും അയില വറുക്കുകയും ചെയ്തു, ചൂട കൂട്ടാനും വെക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പം ജോലിയെല്ലാം ഒതുങ്ങി. ഇനിയിപ്പം കുഞ്ഞുണരുമ്പം കുഞ്ഞിന് ചോറ് കൊടുക്കണം, പിന്നെ ഞാനും കഴിക്കും. അപ്പം എല്ലാവരും എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, ബൈ.